ഇടുക്കി നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വാർത്തകൾ പച്ചക്കള്ളമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു യോഗവും വിളിച്ചു ചേർത്തിട്ടില്ല. PTA പ്രസിഡന്റും വിദ്യാർത്ഥികളുമാണ് ഓഫീസിൽ വന്ന് കാണാൻ സമയം ചോദിച്ചതെന്നും CV വർഗീസ് പറഞ്ഞു. ഞാനിവിടെ ഒരു യോഗം വിളിച്ചിട്ടില്ല. പ്രിൻസിപ്പളും PTA പ്രസിഡന്റും ഏതാനും വിദ്യാർത്ഥികളുടെ കൂടി എന്നോട് ആഫീസിൽ വന്ന് കാണാൻ സമയം ചോദിച്ചു. ഞാൻ ആഫീസ് സമയം കൊടുത്തു ഇവിടെ വന്ന് എന്നെ കണ്ടു. കണ്ടപ്പോൾ അവിടെ കുട്ടികളുടെ ഹോസ്റ്റൽ അസൗകര്യത്തെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു. അതിൽ വന്ന ഒരു PTA പ്രതിനിധി എന്ന് പറയുന്ന ആളിൻ്റെ വാദം, സർക്കാർ ഞങ്ങൾക്ക് ഹോസ്റ്റലെടുത്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇന്നത്തെ നിയമം അനുസരിച്ച് മറ്റു ഹോസ്റ്റലെടുത്ത് സർക്കാരിന് നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്നാൽ ഈ നഴ്സിംഗ് കോളേജ് ആരംഭിച്ച ഘട്ടം മുതൽ അതിനകത്ത് ഇവിടുന്നത് കൊണ്ടുപോകാൻ ഇൻഡിപെൻഡൻ്റായി ഒരു സംഘടന ഉണ്ടാക്കി പ്രത്യേകം ആളുകൾ നിർത്തി മത്സരിപ്പിച്ച് അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തനം അനുവദിക്കാതിരിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുയർത്തുന്ന വിഘടിതമായ സ്വഭാവമാണ് ഇതിന് പിന്നിൽ വന്നിട്ടുള്ളത്. ആഷിക്ക് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ആഷിക്ക്, ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്താണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്? ഈ PTA ഭാഗത്തുള്ള വിശദാംശം നമ്മൾ കേട്ടതാണ്. എന്താണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം? ഒപ്പം CPM എങ്ങനെയാണ് ഇത് ന്യായീകരിക്കുന്നത്? അവരുടെ വിശദീകരണം എന്താണ്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലെ അപര്യാപ്തമായ സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരത്തിലായിരുന്നു. ഹോസ്റ്റൽ സൗകര്യം അടക്കം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. ഈ സമരം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. എല്ലാ സംവിധാനങ്ങളും എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു നൽകാമെന്ന ഉറപ്പിന്മേൽ കഴിഞ്ഞ ദിവസം ഈ സമരം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ഈ 21-ാം തീയതി ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുമെന്നായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 18-ാം തീയതി CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ ജിനദേവൻ സ്മാരക മന്ദിരത്തിൽ വെച്ചുകൊണ്ട് CV വർഗീസ്, ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയായിരുന്നു. ആ യോഗത്തിലാണ് കോളേജ് പ്രിൻസിപ്പളും PTA പ്രതിനിധികളും വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും അടക്കം ചേരുന്ന ഒരു യോഗം ചേരുക. ആ യോഗത്തിൽ വെച്ച് വിഷയങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഭീഷണിയുടെ സ്വഭാവത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് സംസാരിച്ചു എന്ന ആരോപണം ഈ ഘട്ടത്തിൽ PTA എക്സിക്യൂട്ടീവ് അംഗമായ രാജിമോൾ നമ്മളോട് പറയുന്നത്. ആ വിശദാംശങ്ങൾ പിന്നീട് CV വർഗീസ് തള്ളിക്കളയുകയായിരുന്നു. ആ നിലയിൽ താൻ ഒരു യോഗവും വിളിച്ചു ചേർത്തിട്ടില്ല എന്ന പ്രതികരണമാണ് CV വർഗീസ് അതിനോട് നടത്തിയത്. പക്ഷേ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വാട്സപ്പ് രേഖകൾ പുറത്തു വരുന്നുണ്ട്. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളായിട്ടുള്ള ജിജി ജോസഫ് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു യോഗം നടക്കുന്നുണ്ടെന്നും കളക്ടറുടെ ചേംബറിൽ നിശ്ചയിച്ചിരുന്ന യോഗം മാറ്റിവെച്ചുവെന്നും പകരം CV വർഗീസ് വിളിച്ചു ചേർത്തൊരു യോഗമുണ്ട്. അതിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളും വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗൗരവതരമായ കാര്യം, നഴ്സിംഗ് കോളേജുമായി ഏതെങ്കിലും തരത്തിലുള്ള ചുമതലയോ ഉള്ള ആളല്ല CV വർഗീസ് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിന്റെ HMCയുടെ അംഗം മാത്രമായ അദ്ദേഹം CPMന്റെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ സമരവുമായി ബന്ധപ്പെട്ടൊരു യോഗം വിളിച്ചു ചേർക്കേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. കൂടാതെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം നടക്കാതെ വരുമ്പോൾ അന്നേ ദിവസം മറ്റൊരു ബദൽ സംവിധാനം എന്ന നിലയിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരേണ്ട സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഇതിനോട് വിവിധ പ്രതിപക്ഷ കക്ഷികൾ KSU അടക്കമുള്ളവർ വലിയ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും കാര്യം സമരം അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചിട്ടുള്ള. KSU ആരോഗ്യമന്ത്രിക്കും DGPക്കും അടക്കം വിഷയത്തിൽ പരാതി നൽകും എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്, ഇടുക്കി മെഡിക്കൽ കോളേജിനെ തകർക്കാൻ വേണ്ടിയുള്ള ചില ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതിന്റെ പിന്നിൽ CPM ജില്ലാ സെക്രട്ടറിയാണ് എന്നുള്ളതാണ്. അത് അത്തരം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വളരെ ഇവരുടെ CPMന് ഇതിൽ ആരോപണം നിരസിക്കാനും സാധിക്കില്ല. കാരണം ആഷിക പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള തെളിവുകളടക്കം വാട്സ്ആപ്പ് ചാറ്റ് അടക്കം പുറത്തുവന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി വിദ്യാർത്ഥികളുടെയും PTAയുടെയും അടുത്ത നീക്കം എന്താണ്? തീർച്ചയായും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ തുടർ സമരങ്ങളിലേക്ക് കടക്കുമെന്നായിരുന്നു നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ ഏതായാലും ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ഈ പ്രാക്ടിക്കൽ എക്സാമുകൾക്ക് ശേഷം വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങും എന്നാണ് അവർ അറിയിക്കുന്നത്. തങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഹോസ്റ്റൽ സംവിധാനം, വ്യക്തമായ സൗകര്യങ്ങളുള്ള ക്ലാസ് മുറി സംവിധാനം അടക്കം വേണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഞങ്ങൾ ശരി, ഏതായാലും വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ പറയുന്നതൊന്നും ലഭിച്ചില്ല എങ്കിൽ, അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നും തങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ സമരം തുടരുമെന്നുള്ള തീരുമാനത്തിലാണ് വിദ്യാർത്ഥികളുടെ. ആഷിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.